അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് 33% സംവരണം എന്നുള്ളത് മാറ്റി അല്ലേ, സ്ത്രീ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. പാർലമെന്റ് പാസ്സാക്കിയിരിക്കുക. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ തൊട്ടടുത്ത ലോക്സഭ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. എന്നിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച 92 സീറ്റുകളിൽ എത്ര പേർക്കാണ് കൊടുത്തിരിക്കുന്നത് അറിയുമോ? 10%. 9 പേർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 9 പേർക്ക് മാത്രം. CPM കാര്യം വ്യത്യസ്തമൊന്നുമല്ല. 86 പേരെ പ്രഖ്യാപിച്ചെടുത്ത് CPM കൊടുത്തിരിക്കുന്നത് 10 പേർക്കാണ്. അല്ല, മൊത്തം 15 ഉള്ളൂ. നോക്കൂ, 140 UDF സ്ഥാനാർത്ഥി മൊത്തം 15 മാത്രമേ ഉള്ളൂ. പക്ഷേ CPIയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഭേദമാണ്. CPI 25 സ്ഥാനാർത്ഥികളിൽ 5 പേരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP ഇതുവരെ പ്രഖ്യാപിച്ച 86 സ്ഥാനാർത്ഥികളിൽ എനിക്ക് തോന്നുന്നു ഒരു 13 പേരെ മറ്റോ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഈ പട്ടിക പരിശോധിച്ചാൽ കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെ അലോസരപ്പെടുത്തേണ്ട വിഷയമാണ്. ഇപ്പോഴും അത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ്. അത് മാത്രമല്ല, സാമുദായികമായിട്ടുള്ള പ്രാതിനിധ്യം ഇതിൽ പലതിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാണാം. കോൺഗ്രസിൻ്റെ പട്ടിക എടുത്തു നോക്കുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം കാണാൻ കഴിയുന്നു. ഞാൻ ഓരോ പട്ടികയിലെ ആളുകളെയും എനിക്ക് സാധ്യമാകുന്ന അത്രത്തോളം ഞാൻ വിളിച്ചു ചോദിച്ചു. മീൻസ് അവിടെ നമ്മുടെ ബ്യൂറോകളുമായിട്ടും അതല്ലാതെയും ബന്ധപ്പെട്ടപ്പോൾ 25-ലധികം സ്ഥാനാർത്ഥികൾ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു നിന്ന് വന്നവരാണ് 25 പേരിലധികം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പറയുന്നു, മിക്കവാറുമുള്ള മണ്ഡലങ്ങളിലെല്ലാം 25-ലധികം നമ്മൾ അന്വേഷിച്ചതിൽ ഈ ആ മണ്ഡലത്തിൽ താമസിക്കുകയോ ആ മണ്ഡലവുമായിട്ട് നേരിട്ട് പരിചയമില്ല. ഇപ്പോൾ ചിറയൻകീഴിലെ നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിലെ സമവാക്യങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ വിന്നബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നത്. ഒന്ന്, അത് കനകോലു പറയുന്നത് എന്താ, വിന്നബിലിറ്റി മാത്രമായിരിക്കണം മാനദണ്ഡം. ഇപ്പോൾ വിന്നബിലിറ്റി എന്നാണല്ലോ പറയുന്നത്. ആരെ, എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നമ്മുടെ മനോജ് മുത്തേടനെ കൊണ്ടുവരുന്നത് വിന്നബിലിറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വിന്നബിലിറ്റി ആണോ ഇവിടെ ഉണ്ടായിരുന്നത്? എന്ത് വിന്നബിലിറ്റിയാണ് തൃപ്പൂണിത്തുറയിലെ ദീപക് ജോയിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്, ലിജുവിനേക്കാൾ അല്ലെങ്കിൽ രാജു പി നായറിനേക്കാൾ ഉണ്ടായിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. ഈ പല മണ്ഡലങ്ങളിലും ഇട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ടൊരു പരിചയം പോലുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ വിന്നബിലിറ്റി ഒരു ഫാക്ടർ ആയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ എന്താ, സാമുദായിക സമവാക്യം. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, എറണാകുളത്ത് എങ്ങനെയാണ് ആ സമുദായ സമവാക്യം പാലിക്കപ്പെടാതെ പോയത് എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വിന്നബിലിറ്റിക്കും അപ്പുറത്തേക്ക് ഒരു സാമൂഹിക നീതിയുടെ കണ്ടന്റ് അതും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ സണ്ണി കബികാടിൻ്റെയും CK ജാനുവിൻ്റെയും ഒക്കെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി നോക്കൂ, അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിച്ചത്? അപ്പോൾ വിന്നബിലിറ്റി പ്രതിഫലിച്ചിട്ടില്ല, സാമൂഹിക നീതി പ്രതിഫലിച്ചിട്ടില്ല, സ്ത്രീ പ്രാതിനിധ്യം കാര്യമായിട്ട് അവിടെ പരിഗണിച്ചിട്ടില്ല. പിന്നെ പരിഗണിക്കപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.